14.04% ആയിട്ടുണ്ട്. ഈ ഒരു 2.5 മണിക്കൂർ കൊണ്ട് ചേലക്കരയിലെ പോളിംഗ്. ഇപ്പോഴും നീണ്ട നിര പോളിംഗ് ബൂത്തുകളിൽ കാണാം. ആനന്ദ് പുതൂർ വീണ്ടും ചേരുകയാണ്. ആനന്ദ്, ഇപ്പോൾ എങ്ങനെയാണ് അവസ്ഥ? ഈ വരും മണിക്കൂറുകളിൽ കൂടുതൽ പോളിംഗ് ഉണ്ടാകുമെന്നൊക്കെയാണ് പ്രവചനം. അങ്ങനെ തന്നെയാണോ കരുതേണ്ടത് ചേലക്കരയിലും? തീർച്ചയായിട്ടും മനു, കഴിഞ്ഞ 2.5 മണിക്കൂർ പിന്നിട്ടപ്പോൾ ചേലക്കര മണ്ഡലത്തിൽ ഏതാണ്ട് 14.04% വോട്ടിംഗ് ഉള്ളത്. ഇനിയും വരുന്ന സമയങ്ങളിലെല്ലാം ഇത്തരത്തിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് പൊതുവെ ഉള്ളത്. പക്ഷേ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് നേരത്തെ ഈ തിരക്ക് വർദ്ധിക്കുന്നതിന് ഒരു അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഈ ജോലിക്കും ഓഫീസിലേക്കുമായി ബന്ധപ്പെട്ട് പോകേണ്ട ആളുകൾ ആദ്യം തന്നെ ക്യൂ നിന്നുകൊണ്ടാണ് ആ തിരക്കുണ്ടായതിൽ കൂടി. പക്ഷേ ഇനി വളരെ കുറഞ്ഞ് ആളുകൾ എത്തുന്നുണ്ട്. ഒറ്റയായും കുടുംബമായും എല്ലാം ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് GVHSS തിരുവല്ലാമല സ്കൂളിലാണ്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആളുകൾ പതിയെ എത്തുന്നുണ്ട്, പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നുണ്ട്. കാലാവസ്ഥ ഏതാണ്ട് അനുകൂലമാണ്. വെയിൽ പൊതുവെ കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ, അതായത് കേന്ദ്രസേനയും പോലീസും അടക്കുന്ന വിഭാഗം ഇവിടെ ഉണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ 14 പ്രശ്നബാധിത ബൂത്തുകളാണ് മണ്ഡലത്തിലുള്ളത്. അതിൽ 14ലും ഒബ്സർവർമാരുണ്ട്. അതുപോലെ തന്നെ കേന്ദ്രസേനയുണ്ട്, പോലീസുണ്ട്. ഏതാണ്ട് 600-ലധികം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ ചേലക്കര മണ്ഡലത്തിൽ ഇതുവരെ വിന്യസിച്ചിരിക്കുന്നത്. ഒരു കമ്പനി കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും പോളിംഗ് പതിയെ വർദ്ധിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. കുടുംബങ്ങൾ ഏതാണ്ട് രാവിലെ ഓരോ ചേച്ചിമാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ശക്തമായിട്ടുള്ള ഒരു ത്രികോണ മത്സരം തന്നെയാണ് മണ്ഡലത്തിൽ പൊതുവെ നടക്കുന്നത്. കുറച്ച് സമയം മുമ്പ് സ്ഥാനാർത്ഥി K. ബാലകൃഷ്ണൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തവണ 50,000-ലധികം വോട്ട് BJP പിടിക്കും, BJP ഈ മണ്ഡലത്തിൽ വിജയിക്കാനാണ് ഞങ്ങൾ മത്സരിച്ചിട്ടുള്ളത് ഇത്തവണ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അവകാശവാദങ്ങൾക്ക് കണക്കുകളും ഏതാണ്ട് ശരിവെക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 36,000-ഓളം വോട്ടുകളാണ് BJP ചേലക്കര മണ്ഡലത്തിൽ പിടിച്ചിട്ടുള്ളത്. ഈ പുതുതായി ഏതാണ്ട് 10,000-ലധികം വോട്ടർമാരെ ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയ വോട്ടർമാരും മാത്രമല്ല മറ്റു വിവിധ പാർട്ടികളിൽ നിന്ന് ഏതാണ്ട് 1000-ലധികം ആളുകളാണ് BJPയിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ കുടുംബങ്ങളും ഈ പുതിയ വോട്ടർമാരും യുവാക്കളുടെ ഒരു വലിയ നിര തന്നെ BJPയുടെ സ്ക്വാഡ് പ്രവർത്തനങ്ങളും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. യുവാക്കളുടെ മാത്രമല്ല സ്ത്രീകളുടെ പ്രാതിനിധ്യം എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ ദിവസം നടന്ന കുട്ടിക്കലശത്തിലടക്കം ഒരുപക്ഷെ സ്ത്രീ പ്രാതിനിധ്യം നമ്മൾ കണ്ടതാണ്. ഈ സ്ക്വാഡ് വർക്കുകളും അത് കൃത്യമായിട്ട് തന്നെ പ്രതിഫലിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചിട്ടയായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ചേലക്കര മണ്ഡലത്തിൽ BJP പൊതുവെ കാഴ്ചവെച്ചിട്ടുള്ളത്. അതിന്റെ ഫലം തെരഞ്ഞെടുപ്പിലുണ്ടാകും എന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് BJP ക്യാമ്പ്. മാത്രമല്ല ഈ തൃശ്ശൂരിലെ വിജയം ആവർത്തിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഒരു നിയോജകമണ്ഡലമാണ് ചേലക്കര എന്ന് പറയുന്നത്. തൃശ്ശൂരിലെ അതേ മിഷണറി തന്നെയാണ്, സംഘടനാ സംവിധാനം തന്നെയാണ് ചേലക്കരയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ക്യാമ്പ് ചെയ്തുകൊണ്ട് ഇവിടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. ദേശീയ നേതാക്കൾ വന്നുപോകുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വരുന്നു. കെ സുരേന്ദ്രനാണ് കഴിഞ്ഞ കൊട്ടിക്കലാശത്തിന് ചേലക്കരയിലേക്ക് എത്തിയിരുന്നത്. 2 തവണ അദ്ദേഹം മണ്ഡലത്തിലെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിരുന്നു. മുൻ കേന്ദ്രമന്ത്രിമാരുടെ ഒരു നിര തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ ഉണ്ടായിരുന്നു. V. മുരളീധരനും അടക്കമുള്ള, പ്രകാശ് ജാവദേക്കർ അടക്കമുള്ള നേതാക്കളെല്ലാം ഇവിടെ എത്തിക്കൊണ്ടുള്ള പ്രവർത്തനം ഉണ്ടായിരുന്നു. തുടക്കം മുതൽ തന്നെ കുമ്മനം രാജശേഖരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളും മണ്ഡലത്തിൽ കാര്യമായി തന്നെ പ്രചാരണത്തിനായി എത്തിയിരുന്നു. BJP ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ള കുട്ടി തുടങ്ങിയവരും മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് പ്രവർത്തനങ്ങൾ നയിച്ചിരുന്നത്. അപ്പോൾ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള ഒരു പിന്തുണ BJP പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളടക്കം വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് ചേലക്കര. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് ആളുകൾ പാർട്ടി അംഗത്വം സ്വീകരിച്ചിരുന്നു. ചേലക്കരയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിഞ്ഞ സമീപകാലത്ത് വിവിധ പാർട്ടികളിൽ നിന്ന് BJPയിലേക്ക് അംഗത്വം എടുത്തതായിട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ ആ ഒരു പ്രതീക്ഷ BJPക്ക് കൃത്യമായും ഈ മണ്ഡലത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ തൃശ്ശൂരിലെ ഒരു അട്ടിമറി ചേലക്കരയിലും ആവർത്തിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലും ഒരു ആത്മവിശ്വാസത്തിലും ഉറച്ച ആത്മവിശ്വാസത്തിലും തന്നെയാണ് എന്തായാലും ചേലക്കരയിലെ BJP ക്യാമ്പ്. നേരത്തെ നമ്മൾ കണ്ടതാണ്, വലിയ തിരക്കുകളാണ് ബൂത്തിലാണ്. പക്ഷേ ചില ബൂത്തുകളിൽ പൊതുവെ ഒരു തിരക്ക് കുറവുണ്ട്. ഈ ഓഫീസ് ടൈം കഴിഞ്ഞുകൊണ്ടായിരിക്കണം. പക്ഷേ ആളുകൾ കുടുംബമായി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഒറ്റ തിരിഞ്ഞും എത്തുന്നുണ്ട് ആളുകൾ. എന്തായാലും ഈ കഴിഞ്ഞ തവണ ഏതാണ്ട് 77.85% വോട്ടാണ് ചേലക്കരയിൽ പോൾ ചെയ്തിട്ടുള്ളത്. ഇത്തവണ അതിലും വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യവും ഉണ്ട്. ഏതാണ്ട് 2,13,306 വോട്ടുകളാണുള്ളത്. സ്ത്രീ വോട്ടർമാരാണ് ഈ മണ്ഡലത്തിൽ കൂടുതലുള്ളത്. ഒരു 80% പോളിംഗ് ആണ് പൊതുവെ മുന്നണികൾ പ്രതീക്ഷിക്കുന്നത്. ഈ വോട്ടിംഗ് ശതമാനം കൂടുന്നത് ആർക്ക് അനുകൂലമാവും എന്നുള്ള ഒരു കണക്കൂട്ടൽ കൂടിയുണ്ട്. 3 മുന്നണികളും അത് അവർക്ക് അനുകൂലമാവുന്നുള്ള ഒരു കണക്കൂട്ടൽ തന്നെയാണെങ്കിലും തീർച്ചയായിട്ടും കണക്കുകൾ മുഴുവൻ പുറത്തു വന്നതിന് ശേഷമാണ് നമുക്ക് എന്തായാലും പറയാൻ വേണ്ടി പറ്റുള്ളൂ. 1375 ഹോം വോട്ടുകൾ ഇതുവരെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകളും 85 വയസ്സ് കഴിഞ്ഞ ആളുകളും എല്ലാം അത്തരത്തിൽ 1375 ആളുകളോട് വോട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഉള്ള പ്രായം എന്ന് പറയുന്നത് 40 മുതൽ 50 വയസ്സിന് ഇടയിലുള്ള ആളുകളാണ് ഈ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത്. 43,345 ആണ് ആ വിഭാഗത്തിന്റെ വോട്ട്. ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത് 100 വയസ്സ് മുതൽ 110 വയസ്സ് വരെ ഇടയിലുള്ള ആളുകളാണ്. 15 ആളുകൾ അത്തരത്തിൽ ഈ ചേലക്കര മണ്ഡലത്തിൽ വോട്ട് ചെയ്യാനുണ്ട്. എന്തായാലും
വലിയ വിപുലമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനം 3 മുന്നണികളും കാഴ്ചവെച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ ഒരു പരമ്പരാഗത മണ്ഡലമാണ്, കോൺഗ്രസ് ഭരിച്ചിരുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ ഇപ്പോഴും സംവരണ വിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് നടത്തി കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു പരാതി നിരന്തരമായിട്ട് ഈ മണ്ഡലത്തിൽ നമുക്ക് എപ്പോഴും കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മൾ തന്നെ പലതവണ പുറത്തുവിട്ടതാണ്. അതായത് പ്രാഥമിക സൗകര്യങ്ങൾക്കുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാത്ത ഒരുപാട് കുടുംബങ്ങളിലൂടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഒരു പ്രചാരണ ആയുധമായി 2 മുന്നണികളും എടുത്തിരുന്നത്. പ്രത്യേകിച്ച് ഇതൊരു കർഷക മണ്ഡലമാണ്. അപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വന്യജീവി ശല്യം വളരെ കാര്യമായി തന്നെ ഈ മണ്ഡലത്തെ ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പന്നി അടക്കമുള്ള മൃഗങ്ങൾ, ഈ കപ്പ അടക്കമുള്ള ഇവിടുത്തെ മാന്തുന്ന ഒരു പ്രശ്നം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നശിപ്പിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിനൊന്നും കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം നേടാൻ ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഭരണകൂടങ്ങൾക്കോ അല്ലെങ്കിൽ ചേലക്കര MLA ആയിരുന്ന കെ രാധാകൃഷ്ണനോ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു പരാതി പൊതുവെ ഉണ്ട്. മാത്രമല്ല ഈ ആശുപത്രികൾ, പ്രത്യേകിച്ച് ഈ ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധി ഇവിടെ രൂക്ഷമാണ്. രാത്രി സമയങ്ങളിൽ ഡോക്ടർമാരില്ലാത്ത ഒരു പ്രശ്നം സർക്കാർ ആശുപത്രികൾ നേരിടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് പൊതുവെ ഉന്നയിച്ചിരിക്കുന്നത്. 3 പ്രത്യേകിച്ച് BJP അത് തന്നെയാണ് പ്രചാരണായുധമായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മണ്ഡലത്തെ വികസനത്തിലേക്ക് എത്തിക്കും എന്ന് തന്നെയാണ് ഇവിടുത്തെ NDAയുടെ പ്രധാനപ്പെട്ട. ശരിയാണത്. 1% ഇടവേളയിലാണ് പോളിംഗ് ശതമാനം ഇപ്പോൾ ചേലക്കരയും വയനാടും ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ 13% അടുക്കുന്നുവെങ്കിൽ ചേലക്കരയിലാകട്ടെ അത് 14.04% നിൽക്കുകയാണ്. ഇപ്പോഴും വോട്ടർമാരുടെ നീണ്ട നിര ഇത് വരും മിനിറ്റുകളിൽ തന്നെ മാറി മറിഞ്ഞേക്കാം.